ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പേസ് ടൈം. ശിവ ഹിയർ. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്താലേ ഓരോ വട്ടം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും മിസ്സാവാതെ കാണാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ടൈം ട്രാവൽ നടത്തുകയാണ്. 2011 പോവുക. 2011 ഒരു ദിവസം ഞാൻ കോളേജിൽ പോകാനായിട്ട് എണീറ്റു. കുളിച്ച് ഡ്രസ്സ് ചെയ്തപ്പോഴത്തേക്കും രാവിലെ 7 മണിക്ക് ബസ് വരും. അപ്പോഴത്തേക്കും ഞാൻ റെഡി ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ ബോധം കെട്ടങ്ങ് വീഴുകയും അങ്ങനെ അവിടുന്ന് SP ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒരാഴ്ച അവിടെ ചികിത്സ ചെയ്യുന്നു. എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കുന്നില്ല. വീണ്ടും സിവിയർ ആയിക്കൊണ്ടിരിക്കുന്നു, പനി മാറുന്നില്ല. അങ്ങനെ അവിടുന്ന് കിംസിലോട്ട് റെഫർ ചെയ്യുന്നു. കിംസിൽ പോയിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് മനസ്സിലാകുന്നു എനിക്ക് ഡെങ്കി ഫീവർ ആണെന്നും പ്ലേറ്റ്ലെറ്റ് 8000-ഓളം കുറഞ്ഞുവെന്നും ഇനി ആകപ്പാടുള്ള ചാൻസ് പ്ലേറ്റ്ലെറ്റ് അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലോട്ട് പ്ലേറ്റ്ലെറ്റ് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതും. കാരണം അന്ന് മെഡിസിൻസ് ഒന്നും അത്രമാത്രം അവൈലബിൾ ആയി തുടങ്ങിയില്ല ഇന്നത്തെ പോലെ ഡെങ്കി ഫീവറിന്. ഓക്കെ, അങ്ങനെ അപ്പോൾ എന്താണ് ഇതിന് കാരണം? അപ്പോൾ ഈ ബോധം കിട്ടുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാനൊരു യാത്ര നടത്തിയായിരുന്നു. നമ്മൾ സ്കൂളിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നായിട്ട് തെന്മല, പാലരുവി, കുറ്റാലം യാത്രയൊക്കെ നടത്തി കാട്ടിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് അവിടുന്ന് ഒരു കൊതു കടിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ബോഡിയിലോട്ട് ഈ ഡെങ്കി ഫീവറിൻ്റെ വൈറസ് എൻ്റർ ആവുകയും അത് ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡെങ്കി ഫീവർ ആവുകയും അത് പിന്നെ സിവിയർ ആയിക്കൊണ്ടിരിക്കുകയും അങ്ങനെ വീണ്ടും ഒരാഴ്ച അങ്ങനെ 2 ആഴ്ച കഴിയുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എങ്ങനെയോ ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും. ആ മോഡേൺ മെഡിസിൻ്റെ ടെക്നോളജീസും ഡോക്ടേഴ്സിൻ്റെ ആ നോളേജും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ സംസാരിക്കാനായിട്ട് ഈ 2019 ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ എന്താണ് വിഷയം എന്നല്ലേ? കൊതുക്, മൊസ്കിറ്റോ. അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, ഈ മൊസ്കിറ്റോ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിലോ അത് നമുക്ക് ആസ് എ സൊസൈറ്റിക്കും എൻവയോൺമെൻറ്റിനും ഹാബിറ്റാറ്റിനും എല്ലാം നല്ലത് മാത്രമായിരിക്കുമോ അതോ ദോഷം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കണ്ടെത്താം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ അലോപ്പതി, മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണാനായിട്ട് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തോ, കാത്തിരുന്നോ, വരുന്ന ആളുകളിൽ തന്നെ വരുന്നുണ്ട്. കാരണം ഇതിലെല്ലാത്തിലും എനിക്ക് എക്സ്പീരിയൻസ് പേഴ്സണലി ഉള്ളതൊക്കെ ഞാൻ പറയാം, നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിഷയത്തിലോട്ട് തന്നെ പോവാം. മൊസ്കിറ്റോസ് എൻ്റെ അഡ്വാൻറ്റേജ് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ? മൊസ്കിറ്റോസ് പോളിനേഷൻ സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ പോളൻ ഗ്രെയിൻസ് ഒരു ചെടീൻ്റെ പൂവിൽ നിന്ന് വേറൊരു ചെടിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതൊന്ന്. വേറെ എന്താണ് നമ്മളെ മൊസ്കിറ്റോ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റ്സ് കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ ഒരു വലിയ പങ്ക് മൊസ്കിറ്റോസാണ്. അപ്പോൾ ഇത് ഫുഡ് ചെയിൻ്റെ ഭാഗവുമാണ്. അതുപോലെ തന്നെ ഫ്രോഗും ചെറിയ നമ്മളെ ഓന്ത് മരണയും ഇതുപോലെ സംഭവങ്ങളൊക്കെ മൊസ്കിറ്റോസിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. മൊസ്കിറ്റോ ഇല്ലെങ്കിൽ അവരുടെ ഫുഡ് സൈക്കിൾ താറുമാറായി പോവും എന്നുള്ളൊരു ചിന്തയും വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ മൊസ്കിറ്റോ എന്താണ് ഗുണം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഇഷ്ടം പോലെ രോഗം വന്ന് ചത്തുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു വലിയ ഭാഗം മൊസ്കിറ്റോ വഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ല അത് പറയുമ്പോഴത്തേക്കും. കാരണം മരണത്തോട് അടുത്ത് ഇത് കാരണം സിറ്റുവേഷൻ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് എന്താണെന്ന് ആ വിഷമം പറയാൻ മനസ്സിലാവും. പിന്നെ ആലോചിച്ചു, മൊസ്കിറ്റോ കാരണം വേറൊരു ഗുണമുണ്ട്. ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റില്ലേ മൊത്തം മൊസ്കിറ്റോസാണ്. ആ മൊസ്കിറ്റോസ് കാരണമാണ് അവിടെ പല ആളുകളും കയറി ഇറങ്ങി മരമൊന്നും മുറിച്ചുകൊണ്ട് പോകാതിരിക്കുന്നതിന് കാരണം മൊസ്കിറ്റോ കടിച്ച് പലരും രോഗം വന്ന് മരം മുറിക്കാൻ പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ല, ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭയം മൊസ്കിറ്റോസ് ഉണ്ടാക്കി നമ്മളെ മരങ്ങളും ചെടികളും ഒക്കെ നിലനിൽക്കാനായിട്ട് ഉള്ള ഭയം മൊസ്കിറ്റോ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു യൂസ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ യൂസിനെക്കാട്ടിലും ദ്രോഹമല്ലേ ഉണ്ടാക്കുന്നത്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദിവസം തോറും മലേറിയയും യെല്ലോ ഫീവറും ഇതുപോലത്തെ അസുഖങ്ങളും ചത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നമുക്ക് ഇതൊന്നും കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ മൊസ്കിറ്റോസ് ഭൂമിയിൽ നിന്ന് അങ്ങ് പോകണം. മറ്റേ സിനിമയിൽ സോമം പറയുന്ന പോലെ ഐ വാണ്ട് ടു കിൽ ഓൾ ദ മൊസ്കിറ്റോസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മൊസ്കിറ്റോനെ കൊല്ലാൻ പറ്റും? കൊതുകുതിരി വെച്ചും ഓളൗട്ടും ഇതൊന്നും വെച്ചൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അതൊക്കെ വെറുതെ നമ്മൾ തന്നെ ശ്വസിച്ച് പല അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നല്ലാണ്ട് അതൊന്നും നമുക്ക് പ്രാക്ടിക്കലല്ല. അപ്പോൾ ലോങ് ടേമിലേ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഡെക്കേഡൊക്കെ എടുക്കുമായിരിക്കും, 40 വർഷം എടുക്കുമായിരിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ മൊസ്കിറ്റോസിനെ നമ്മൾ ജനറേറ്റ് ചെയ്യും. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മെയിൽ മൊസ്കിറ്റോസ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓസ്പ്രിങ് ഇൻഫെർട്ടൈലായിരിക്കും, സ്റ്റെറൈലായിരിക്കും. അവർ ഫെർട്ടിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ അവർക്ക് അടുത്ത ഓസ്പ്രിങ്ങിന് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൊസ്കിറ്റോസിനെ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ടൈം എടുത്ത് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പോപ്പുലേഷൻ ഓഫ് മൊസ്കിറ്റോ ഭയങ്കരമായിട്ട് കൂടുകയാണ്. പല അനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന സമയത്ത് മൊസ്കിറ്റോസ് ഇപ്പോൾ അലാസ്കയിൽ വരെ കണ്ടെത്തി. ദുബായിൽ പണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ചുമ്മയാണ്. ദുബായിലും ഇഷ്ടംപോലെ മൊസ്കിറ്റോസ് ഉണ്ട്. ഇപ്പോൾ അലാസ്കയിലും തണുത്ത സ്ഥലങ്ങളിലും അത് കണ്ടെത്തി. ഇനി ഒരു നാൾ ചിലപ്പോൾ അന്റാർട്ടിക്കയിലും കൊതു വരുന്നൊരു നാൾ അധികം ദൂരെയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ
ഇങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ചട്ടിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതൊക്കെ തട്ടിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു പരിധി വരെ കുറയ്ക്കാമെന്നല്ലാണ്ട് അത് കാരണമൊന്നും എന്ത് ചെയ്യത്തില്ല, വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ മൊസ്കിറ്റോസ് പോയി എന്ന് പറഞ്ഞ് പോളിനേഷൻ അപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ മൊസ്കിറ്റോസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് പറയുന്നതൊന്നും ശരിക്കും വലിയ ഒരു ഫാക്ടറല്ല. അതുകൊണ്ട് മൊസ്കിറ്റോസ് പൂർണ്ണമായിട്ടും പോകുന്നത് തന്നെയാണ് ലൈഫ് സ്റ്റോക്സിനും അതുപോലെ ഹ്യൂമൻസിനും എൻവയോൺമെൻറ്റ് ആസ് എ ഹോൾ. എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്ന അനിമൽസ് പോലും ഒരു കൊതുകടി കാരണം ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ എക്സ്റ്റിങ്ഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് തന്നെ വലിയ രീതിയിൽ മൊസ്കിറ്റോസ് ഇല്ലാതായി കഴിഞ്ഞാൽ സഹായിക്കും. അതിനനുസരിച്ച് ഫുഡ് സൈക്കിൾ നമുക്ക് മോഡിഫൈ ചെയ്യിപ്പിക്കാനും പറ്റും എന്നാണ് മോഡേൺ സയൻസും ടെക്നോളജിയും പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ആ ഡിസ്ലൈക്ക് ബട്ടൺ ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വയറീസ് അറിയിക്കുക. എനിക്ക് ഭയങ്കര സംശയങ്ങളുണ്ട്, ഇനിയും ഈ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയ ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. വേറെ വീഡിയോ ഇനിയും കാണാം. അതുവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം പീപ്പിൾ സ്പേസ് ടൈം. പീസ് ഔട്ട്.